എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. ഗോട്ട് ഒരു കാര്യം ശ്രദ്ധിച്ചോ? 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ടായിരുന്നില്ല. അതെ, ഇപ്പോൾ ഇൻട്രോന്റെ രീതിയൊക്കെ മാറി, മൊത്തത്തിലൊരു മറവിയൊക്കെ പിടിച്ചിട്ടുണ്ട്. സത്യമായിട്ട് എന്തൊക്കെയോ മറന്ന് ഒരു തപ്പിത്തടച്ചിലുണ്ട്. കണ്ടിന്യൂറ്റി ഇല്ലാണ്ടായി പോയതിന്റെ അല്ല, നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തല്ലോ, എന്റർടൈൻമെന്റ് സോറി അതായത് കിഴി എപ്പിസോഡ്. അപ്പോൾ ഈ എന്റർടൈൻമെന്റ് കിഴിയുടെ ഈ കിഴി റിയാക്ഷനാണ് അല്ലെങ്കിൽ എപ്പിസോഡാണെന്ന് ഇങ്ങനെ പറയുന്ന സംഭവമല്ലേ, അത് ഒരിക്കലും പറയാറായിരുന്നു. ഇപ്പം അതല്ല, യെസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. അതായത് അവിടെ ഒരു ബ്രേക്ക് വന്നു, അവിടെ നടുഭാഗം നിന്നു പോവാ. ഞാൻ അതിനുശേഷം കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കി. പ്രാക്ടീസ് ചെയ്യാം, അപ്പൊ തന്നെ പ്രാക്ടീസ് 15 പ്രാവശ്യം. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെയും ചെയ്തു. ഇപ്പൊ വന്നിരുന്നു, എന്നിട്ടും ഓക്കെ അല്ല, യെസ് എന്ന് പറഞ്ഞു. പിന്നെ യെസ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം സിനിമയുടെ 3rd സിംഗിൾ നാളെ 6 മണിക്ക് വരും. അതിന്റെ പ്രൊമോ വീഡിയോ ഇന്ന് 7 മണിക്ക് വരും. തമിഴ് 6 മണിക്ക്, 7 മണിക്ക് തെലുങ്ക്, 7:30 ഹിന്ദി. അങ്ങനെയാണ് ടൈമിംഗ് കൊടുത്തിരിക്കുന്നത്. 3 ടൈമിലാണ് വരുന്നത്, ഒരുമിച്ചല്ല. ഫസ്റ്റ് വരുന്നതാണ് തമിഴ്, അത് 6 മണിക്ക് വരും. 6 മണിക്ക്. എന്താണെങ്കിലും ഇന്നറിയാം 3rd സിംഗിളിന്റെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സംഭവം സത്യമായിട്ടും പറയാം, രാവിലെ കണ്ട ആ പോസ്റ്റർ, ആ ലുക്ക് കണ്ടപ്പം ഉണ്ടായിരുന്ന ഇതും കൂടി പോയി. അതായത് നമ്മൾ ഗ്ലിംസ് വീഡിയോ ഉണ്ടായിരുന്നു, നമ്മളെ ദളപതിയുടെ ബർത്ത്ഡേ ഷോട്ടില്ലേ, അതിൽ ആ ലുക്ക് ഗംഭീരമായിരുന്നു. നമുക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ ഈ ഒരു പോസ്റ്ററിൽ കണ്ടപ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നി. പിന്നെ പോസ്റ്ററിന്റെ നിലവാരം കണ്ടോ, എന്താ പോസ്റ്ററൊക്കെ എന്താ ഇങ്ങനെയാണ്, ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനമില്ല. ഇവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഓർമ്മയുണ്ടോ? അതും ഇതേപോലെ തന്നെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം. പക്ഷെ സിനിമയിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. അതെ, അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമയിൽ പ്രതീക്ഷയുണ്ട്, പക്ഷെ ഈ വരുന്ന പോസ്റ്ററുകളൊക്കെ വളരെ ശോകമാണ്. പക്ഷെ ഗ്ലിംസ് വീഡിയോ വേറെ ലെവലുമായിരുന്നു. രക്ഷയില്ല, അടിപൊളിയായിരുന്നു. എന്തായാലും ഈ 3rd സിംഗിൾ എങ്ങനെ ഉണ്ടല്ലോ നമുക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ 2nd സിംഗിൾ അതായിരുന്നില്ലേ, ആ ഒരു മെലഡി സ്നേഹന്റെ, അത് നല്ല ഫീലുള്ള ഒരു ഗംഭീര സാധനമായിരുന്നു. വിജയ് പാടിയത് ഫസ്റ്റ് അതും വിജയ് പാടിയുണ്ടല്ലേ, അതിലും വിജയ് പാടിയില്ലേ? ഫസ്റ്റത്തതും വിജയ് പാടിയത് തന്നെയായിരുന്നു. വളരെ മോശം സോങ് ആയിരുന്നു. അയ്യോ, അത് കണ്ടിട്ടാണ് തകർന്നു പോയത്. പക്ഷെ രണ്ടാമത് ഭയങ്കര ഫീലായിരുന്നു. രണ്ടാമത് വീഡിയോസിലൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ, വീഡിയോസ് ഗംഭീരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസ്റ്റർ എങ്ങനെയാണെങ്കിലും ഇതിന്റെ പ്രൊമോ വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം ധാരണ കിട്ടുമല്ലോ. അതായത് യങ്ങർ ലുക്കാണ്. അതെ, മീനാക്ഷി ചൗധരിയാണ് കൂടെ. അത് 18 വയസ്സ് 21 വയസ്സ് ഈ പ്രായത്തിലുള്ള ആളായിട്ട് ആ ഒരു ഏജ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ, ആ ഒരു ഏജ് തന്നെ ആയിരിക്കണം. എന്താണെങ്കിലും ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ മെസ്സേജോ കോളോ ഒന്നും വന്നിട്ടില്ല. സാധാരണ ചറവറ മെസ്സേജുകൾ വരുന്നതാണ്, ഭയങ്കരമായിട്ട് വരുന്നതാണ്. അപ്പൊ എത്തിയിട്ടില്ലേ, പറ്റിച്ചോ? മേ ബി അങ്ങനെ ആയിരിക്കാം. സംഭവം അങ്ങനെ സംഭവിക്കാല്ലേ, നോക്കാലോ. നോ ഇതുവരെ എത്തിയിട്ടില്ല. ഇനി വരൂലേ, വെയിറ്റ് ചെയ്യാം നമുക്ക്. വെയിറ്റ് ചെയ്യാം, അതാണല്ലോ ശീലം. ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പോസ്റ്റ് ആക്കിയിട്ട് എന്നും ശീലമുള്ളൂ. സത്യം. പക്ഷെ തമിഴിൽ അങ്ങനെ സംഭവിക്കാത്തതാണ്. വൈകിപ്പിക്കാറില്ല. അല്ല, ദളപതിയുടെ എന്തായാലും അതെ, ടൈമിംഗ് ആയിരിക്കണം സാധാരണ. ചിലപ്പോ ഇപ്പൊ വരുമായിരിക്കും, ചിലപ്പോൾ വരുന്നത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു 2 മണിക്കൂർ ശേഷം എന്നുള്ളത് പറഞ്ഞിട്ടായിരിക്കും. ചിലപ്പോ അതും പറയാൻ പറ്റില്ല കേട്ടോ. അല്ലത് യൂട്യൂബിൽ വരില്ലേ, വരുമായിരിക്കും. യൂട്യൂബിലായിരിക്കുമല്ലോ വരുന്നത്, യൂട്യൂബിൽ തന്നെ ആയിരിക്കുമല്ലോ വരുന്നത് സംഭവം. അല്ല, ഇൻസ്റ്റയിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും ഓരോന്ന് അപ്ലോഡ് ചെയ്യുന്നത്, അതിന് ശേഷം യൂട്യൂബിലൊക്കെ വരുന്നുള്ളൂ. പക്ഷെ വിജയുടേത് യൂട്യൂബിലിട്ടില്ലെങ്കിൽ ഇതിൻ്റെ റൈറ്റ്സ് എടുത്തവർക്ക് നഷ്ടമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. ഇതുവരെ ഒന്നും എത്തിയില്ലല്ലോ. 7:02 ആയിരിക്കുന്നു, ഇതുവരെ എത്തിയിട്ടില്ല. എവിടെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാം. ഇത് മിക്കവാറും വെയിറ്റിംഗ് വീഡിയോ ആയിരിക്കും. എന്റർടൈൻമെന്റ് കീടെ വെയിറ്റിംഗ് വീഡിയോ
എനിക്ക് ഏത് രസമായിട്ടോ. ഏതായാലും 7 മണി എന്ന് പറഞ്ഞാൽ 7:05 പോകുന്നു. വിളിച്ച് സെറ്റാക്കി ഉണ്ടായിരുന്നു. അല്ല അളിയാ എവിടെയാന്ന് ചോദിച്ചു നോക്കിയാലോ. അതൊക്കെ ചോദിച്ചോ, വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയാലോ. പിന്നെന്താ എന്താലേ. അപ്പൊ അവന്റെ മറുപടി ഞാനും അത് തന്നെയാ നോക്കണേന്ന്. മൈക്കൊക്കെ ഓണല്ലേ. ഫാസ്റ്റ് ആയിട്ട് കിട്ടേണ്ട സാധനമാ വന്നു കഴിഞ്ഞാ അപ്പൊ. അതെ. കോളും പോകുന്നില്ലല്ലോ. വരാഞ്ഞിട്ട് തന്നെ കേട്ടോ. കോളും പോകുന്നില്ല. സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ചേരം വെയിറ്റ് ചെയ്തു. സംഭവം വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര കോമഡി നടന്നിട്ടുണ്ട്. ഇവൻ ഇട്ട് തരണം എന്ന് പറഞ്ഞ ആള് ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആക്കി നോക്കുമ്പോ തങ്കളാന്റെ ലിറിക്കൽ വീഡിയോ കൊള്ളാം. വീഡിയോ ഒന്ന് മാറ്റി തങ്കളാനായ കുഴപ്പമുണ്ടോ? ഓക്കെ, എന്തായാലും നമുക്ക് കാണാം. യെസ്, ദ ഗോട്ട് സ്പാർക്ക് പ്രൊമോ. സ്പാർക്ക് അല്ലേ? ഓക്കെ, സ്പാർക്ക് അടിക്കുമെന്ന് നോക്കട്ടെ. സ്പാർക്ക് ഉണ്ടോ? ട്രബിള് വെച്ച് അടിക്കണം. തൊട്ടിലോ? യുവൻ ശങ്കരാജ പാടിയുള്ളത്. ഇതിലൊന്നും കാണിച്ചില്ലല്ലോ. പറ്റിച്ചു നമ്മളെ. ഇതിലൊന്നും ഇല്ലല്ലോ. നൈസായിട്ട് പറ്റിച്ചു. കുറെ ട്രബിളുണ്ട്. ഉള്ളി ബീറ്റ് മാത്രം സോങ്ങിൻ്റെ തുടക്കമല്ല. പിന്നെ ഇവരുടെ യഥാർത്ഥ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാൻ ഒരു ഇത്രയെങ്കിലും നമ്മൾ കൊതിച്ചിരുന്നു. അതില്ല. സന്തോഷമായില്ലേ? ആ ഒരു സ്കില്ല് അതും നാളെ ഉണ്ടാവും. അതല്ലേ, ഒരു ഒറ്റ ഫോട്ടോ കാണിച്ചു. അതൊരു സുഖമല്ലേ. എന്താണ് യുവാനാണ് പാടുന്നത് അല്ലേ? യുവാനും പിന്നെ രണ്ടുപേരുണ്ട്. ഓക്കെ, എന്താണെങ്കിലും നാളെ അറിയാം ഇനി എന്താ സംഭവം എന്നുള്ളത്. ഇത് കേൾക്കാനാണോ ഇത്രയും വെയിറ്റ് ചെയ്ത്? സത്യമാണല്ലോ, ഇതിലൊന്നും ഇല്ലല്ലോ. അയ്യോ, നമ്മൾ പറ്റിച്ചോ? ഈ വീഡിയോയിലും ഒന്നും ഇല്ലാണ്ടായി പോയല്ലോ. വെയിറ്റിംഗ് വീഡിയോ. തീർച്ചയായിട്ടും ഇതൊരു വെയിറ്റിംഗ് വീഡിയോ ആയിട്ട് തന്നെ അവിടെ കിടക്കട്ടെ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനും എടുക്കാനും ഒന്നും. ബീറ്റ് കേട്ടിട്ട് തോന്നി. അല്ല, നമുക്ക് ബീറ്റ് കേട്ടിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് അറിയോ? ഫസ്റ്റ് സിംഗിൾ ഇല്ലേ പറഞ്ഞ വിസിൽ പോഡ്, അതിന് ഭയങ്കര സൗണ്ട്, ഈ ഒരു സൗണ്ട് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ചിലമ്പല് ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് അതേപോലെ തന്നെ ഫീൽ തോന്നിയ. അറിയില്ല, എന്തെങ്കിലും മാറ്റം ചിലപ്പോ ഇതില് കേട്ട ഇതൊന്നും ആയിരിക്കും ചിലപ്പം നാളെ കാണുമ്പോ. അല്ല, എന്താണെന്നറിയോ, വിജയുടെ സിനിമ അപ്പൊ അതിന് സോങ് എടുക്കുമ്പോ ഭയങ്കര പ്രഷറായിരിക്കും. വേറെ ലെവലില് സൂപ്പറാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോഴാണ് മോശമായി പോകുന്നത്. അതാ പ്രശ്നം. നമ്മൾ ബിരിയാണി നന്നാക്കി വെക്കണം എന്ന് തോന്നുന്ന സമയത്താണ് ബിരിയാണി മോശമായി പോകും. ഏറ്റവും മോശമായിട്ട് ചെയ്യുമ്പോ അത് ഏറ്റവും സൂപ്പറും ആയിരിക്കും. അതെ, അത് വെറൈറ്റി ഫീൽ ചെയ്യുമല്ലോ. ഇത് വെറൈറ്റി ഫീൽ ചെയ്യുന്നില്ല. ഇത് ട്രെൻഡ് ആകുന്ന അതേ ഐറ്റം വീണ്ടും പിടിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. സത്യമാണ്. എന്താണെങ്കിലും ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ നാളെ തന്നെ ചാൻസ് ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. കമന്റ്സ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന കമന്റ്സ് എന്താണെന്ന് അറിയാം. അതായത് അയ്യോ പറ്റിച്ചോ, ഇതിലൊന്നും ഇല്ലല്ലോ. ആ കമന്റ് വരണേ. ഇന്ന് ആഗ്രഹിക്കുന്ന അതാണ്. ഇതിലൊന്നും ഇല്ലല്ലോ. അതൊരു ശരിയാ. അതിലുമില്ല, നമ്മുടെ വീഡിയോയിലും ഒന്നുമില്ല. വീഡിയോയിൽ വെറും ഇത് മാത്രമേ ഉള്ളൂ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പോവാണ്, നാളെ കാണാം. ശരി കേട്ടോ, നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 മണിക്കാണെന്ന്. അത് തെറ്റല്ല, അത് തെലുങ്കാണ്. തമിഴ് 6 മണിക്ക്. അപ്പൊ നാളെ 6 മണിക്ക് എന്തായാലും റിയാക്ഷൻ ആയിട്ട് വരാം. അല്ലാതെ പിന്നെ ഇതിന്റെ ഒറിജിനൽ കാണാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ബൈ.